ഇന്ത്യൻ സിനിമ ദർശിച്ച ആദ്യത്തെ പ്രകമ്പന ചിത്രമായ ഷോലെ ഭാഷാഭേദമന്യേ ചരിത്രമായി മാറിയിരുന്നു. ഷോലയിൽ ഭയപ്പെടുത്തുന്ന രീതിയിൽ ചിരിച്ചുകൊണ്ട് കൊല്ലുന്ന കൊടുംവില്ലനായ ഗബ്ബർ സിംഗിന്റെ വേഷത്തിൽ കലിതുള്ളിയ അംജദ് ഖാൻ എന്ന കലാകാരന്റെ പ്രശസ്തി വാനോളം ഉയർന്നിരുന്നു. സൂപ്പർ ഹിറ്റ് സംവിധായകനായിരുന്ന PG വിശ്വംഭരൻ ബോളിവുഡ് താരം അംജദ് ഖാനെ തെന്നിന്ത്യൻ സിനിമയിലേക്ക് ആദ്യമായി ക്ഷണിച്ചത് മമ്മൂട്ടിയോടൊപ്പം തുല്യ നായകവേഷം വെച്ച് നീട്ടിക്കൊണ്ടായിരുന്നു. ബോളിവുഡിൽ കത്തിനിന്ന അംജദ് ഖാനെ ഈ ലോകം ഇവിടെ കുറെ മനുഷ്യർ എന്ന ചിത്രത്തിലെ കേന്ദ്ര കഥാപാത്രമായ അബ്ബാസ് ആവാൻ പരിപൂർണ സമ്മതമായിരുന്നു. ചിത്രത്തിന്റെ ഷൂട്ടിങ്ങിനായി എറണാകുളം മാർക്കറ്റിൽ വന്നിറങ്ങിയ അംജദ് ഖാനെ കണ്ട് നാട്ടുകാർ ഞെട്ടി. ഭീമാകാരമായ രൂപവും 4 പേർക്ക് കയറിയിരിക്കാവുന്ന സിൽക്കിന്റെ വലിയ ജുബയും 2 പേർക്ക് കയറാവുന്ന വലിയ പാന്റുമായിരുന്നു അംജദ് ഖാന്റെ വേഷം. ആദ്യം സെറ്റിലുള്ള പലരും പേടിച്ചു മാറി നിന്നു. എന്നാൽ ക്രമേണ ആ ഭീമാകാരമായ ശരീരത്തിനുള്ളിൽ ഒരു പിഞ്ചു കുഞ്ഞിന്റെ ഹൃദയമാണ് ഉള്ളതെന്ന് മനസ്സിലായപ്പോൾ എല്ലാവരും അടുത്തുകൂടി. മലയാളം ഭാഷ പലപ്പോഴും അംജദ് ഖാനെ വിഷമത്തിലാക്കിയിരുന്നു. അംജദ് ഖാനെ ഒരു നോക്ക് കാണാൻ വിവിധ സ്ഥലങ്ങളിൽ നിന്നും ആളുകളുടെ ഒഴുക്ക് കണ്ടപ്പോഴായിരുന്നു അംജദ് ഖാൻ എന്ന ബോളിവുഡ് വില്ലന് ഇത്രയധികം ആരാധകർ ഉണ്ടെന്ന കാര്യം പലർക്കും മനസ്സിലായത്. ആട്ടവും പാട്ടും അടിയും ഇടിയും എല്ലാമുള്ള ഒരു ഉഗ്രം വേഷം തന്നെയായിരുന്നു ഇന്ത്യൻ സിനിമയെ വിറപ്പിച്ച കൊടും വില്ലനായ അംജദ് ഖാന് മലയാള സിനിമ സമ്മാനിച്ചത്.